കേരളത്തിൽ വർഷത്തിൽ 300 ദിവസവും വെയിലാണ്. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും, അതായത് 4-ൽ 3 ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റ്. വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ മലയാളികൾക്ക് എന്താണ് ഇത് വർക്ക് ചെയ്യാത്തത്? അതിന് മെയിനായിട്ട് 3 കാരണങ്ങളുണ്ട്, പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ തൊലിയുടെ നിറമാണ്. ഒരല്പം ഡാർക്കായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഒരല്പം വെളുത്ത നിറമുള്ളവരേക്കാൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവ് കുറവാണ്. അപ്പം നമ്മൾ ഈ പല ഗൈഡ് ലൈൻസും വരുന്നത് ഇംഗ്ലീഷുകാരുടെ കണക്ക് വെച്ചിട്ടാണ്. അപ്പം അവരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ വെയിൽ കൊള്ളേണ്ട ആവശ്യം വരും. രണ്ടാമത്തെ കാര്യം നമ്മുടെ വസ്ത്രധാരണമാണ്. നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ട് വസ്ത്രം ധരിക്കുമ്പോഴത്തേക്കും ഒട്ടുമിക്കപ്പോഴും മുഖവും കൈപ്പത്തിയുടെ ഒരു ഭാഗവും മാത്രമായിരിക്കും വെളിയിൽ കാണുന്നത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫോറാം ഭാഗവും കൂടെ കാണാം. പല ഗൈഡ് ലൈൻസിലും പറയുന്ന സമയം വെയിൽ കൊണ്ടാൽ മതി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു 25% എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത്. 25% എക്സ്പോസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ കൈയും കാലും, അതായത് തോള് മുതൽ താഴോട്ടും ഇടുപ്പിൻ്റെ ഭാഗം മുതൽ താഴോട്ടും, അതായത് പൂർണ്ണമായിട്ടും എക്സ്പോസ്ഡ് ആയാൽ മാത്രമാണ് ഒരു 25% ഭാഗം എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെയിൽ കൊണ്ടുന്നുണ്ടെങ്കിൽ പോലും ആ വെയിൽ നമ്മുടെ തൊലിപ്പുറത്തോട്ട് എത്തുന്നില്ല. മൂന്നാമത്തെ കാരണം, കേരളത്തിൽ 300 ദിവസം വെയിലുണ്ട്, പക്ഷേ നമ്മൾ വെയിലത്ത് പണിയെടുക്കാൻ പോകാറില്ല. പലപ്പോഴും ഒട്ടുമിക്കപ്പെടും, അതായത് വെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇൻഡോർ ജോലികളാണ് ചെയ്യുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വെയിലുണ്ടെങ്കിൽ പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇത്ര കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ കേരളത്തിലെ കണക്കനുസരിച്ചിട്ട് എത്ര വെയിൽ കൊള്ളണം, എപ്പോഴത്തെ വെയിൽ കൊള്ളണം എന്നും കൂടെ പറഞ്ഞുതരാം. കേരളത്തിലെ കണക്കനുസരിച്ച് നമ്മുടെ ഒരു സാധാരണ സ്കിൻ ടോൺ അനുസരിച്ച് ഒരു അരമണിക്കൂർ ഉച്ചനേരത്തെ വെയിൽ ശരീരത്തിൻ്റെ ഒരു 25% എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടാൽ മാത്രമാണ് നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക.